ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞണ്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞണ്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ അത് നേരേക്ക് നന്നാക്കി എടുക്കാനായിരിക്കില്ലേ ബുദ്ധിമുട്ട്. വെരി സിമ്പിളാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും ഞണ്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഞണ്ട് കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കണേ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഞണ്ട് കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരും വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞണ്ട് കട്ട് ചെയ്യാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും, വെരി ഈസിയാണ്. നമ്മൾ സാധാരണ മീനൊന്നും നന്നാക്കി എടുക്കണം അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ, വെരി ഈസിയാണ്. അപ്പോൾ എന്തായാലും ഞണ്ട് നന്നാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് പോയി നോക്കി വരിക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഞണ്ട് കുറുമയല്ലേ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള, 2 ടൊമാറ്റോ, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ട് നൈസാക്കൊന്നും വേണ്ട, കാരണം നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ മൺചട്ടിയിലാണ് മീൻകറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കൽ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇന്നല്ലായിരിക്കും ടേസ്റ്റ് അറിയാം, നാളേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളല്ലേ അതിട്ട് കൊടുക്കുക. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ പിന്നെ വേഗം ഒന്ന് വാടി കിട്ടും. ഞണ്ടൊക്കെ മേടിക്കാനും ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും മടിയായിരിക്കില്ലേ. നല്ലതാണ് ഞണ്ട് കഴിക്കുന്നത്. നമ്മളെ കാലിൻ്റെ വിള്ളൽ, പൊട്ടൽ അതിനൊക്കെ ഞണ്ട് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് അത്ര ഞണ്ട്. അപ്പോൾ എന്തായാലും ഞണ്ടൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കഴിച്ച് നോക്കുക. അത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനൊന്നും. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നിങ്ങോട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് വേഗത്തിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുക. അപ്പോൾ അത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ വേറെ കുറച്ച് മസാലയും കൂടിയൊക്കെ ചേർക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, 2 പട്ട, ഒരു 5-8 ഗ്രാമ്പു അതൊക്കെയാണ് ചേർക്കാൻ പോണത്. അതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പിന്നാലെ തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ ഉലുവൻ്റെ പൊടിയൊക്കെയാണ് ചേർക്കാറ്. ഞാനിവിടെ പച്ച ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങനെ ഇതിൽ ചേർത്ത് അരച്ചെടുക്കാലോ വെച്ചിട്ടാണ്. പിന്നെ വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നെടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് കേട്ടോ. അതിന് മുമ്പേ ഇടണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, ബാക്കിയുള്ളതൊക്കെ നമ്മളെ ടേസ്റ്റിനും ഇതിനൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി പാകത്തിന്, മുളക് പൊടിയൊക്കെ നമ്മളെ എരിവിനനുസരിച്ച്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി അടച്ച് വെക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല പ്രയാസമായിരിക്കും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. വേഗാട്ടോ. ഞാനിതിങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ ഇതിപ്പോൾ എന്താണ് ഇത്രയും ബുദ്ധിമുട്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. വെരി ഈസിയാണ് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് തുറന്ന് നോക്കി. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം.
അത് വിളമ്പണ് നമ്മൾ ഒന്നിനുമല്ല കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അത് ചൂടാറിയിട്ട് നമുക്കത് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറിയപ്പോൾ ഞാൻ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കുറുമല്ലേ നമ്മൾ ഉണ്ടാക്കണം, അപ്പോൾ കുറുകി വരണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ സെയിം ചട്ടി തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. സെയിം ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ 2 ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂണ് അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കടുകാണ്. കടുക് ഇട്ടിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ ലേശം ഉലുവയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ പിന്നെ നമ്മൾ ചേർത്തത് വലിയ വറ്റൽമുളക്, കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ മസാല ചേർക്കാൻ പോകുന്നു കേട്ടോ. ആ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് മുളക് ഒക്കെ നോക്കാം കേട്ടോ, ഏതാണ് കുറവ് വെച്ചാൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കുറച്ച് പുളിയാണ് കേട്ടോ, ഒരു നെല്ലിക്കോളം വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കുറച്ച് വെള്ളമായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കട്ട് ചെയ്ത് വെച്ച ഞണ്ട് ഇട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച് വന്നപ്പോൾ നമ്മളിത് മൂടി വെച്ച് കൊടുക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം തീ കുറവാക്കി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോഴേക്കും ഈ ഞണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ട് ഇത് സ്റ്റൗവൊന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഞണ്ട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞണ്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. നെയ്ച്ചോറ്, ചപ്പാത്തി, സാദാ ചോറ് അതിലൊക്കെ സൈഡായിട്ട് ഇത് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു പാത്രത്തേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.